എല്ലാ ഡയറ്റിങ്ങും നല്ലത് മാത്രമാണോ തരുന്നത്? ശ്രദ്ധിക്കേണ്ട ദോഷങ്ങളുണ്ടോ ഇതിൽ? ഭക്ഷണത്തെയും ശരീരഭാരത്തെയും കുറിച്ചുള്ള എല്ലാ സമ്മർദ്ദവും ഉത്കണ്ഠയും ഡയറക്ടർമാരുടെ മെമ്മറി ശേഷിയുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതാക്കിയേക്കും. അശാസ്ത്രീയമായ ഡയറ്റിംഗ് വിട്ടുമാറാത്ത വിഷാദം, ആത്മാഭിമാനക്ഷതം എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതാണെന്ന് നിരവധി പഠനങ്ങൾ പറയുന്നുണ്ട്. അത് വർദ്ധിച്ച സമ്മർദ്ദം നൽകുന്നു എന്നാണ് വാസ്തവം. ഡയറ്റിംഗ് ഭക്ഷണക്രമക്കേടിലേക്കും എത്തിച്ചേക്കാം. പേശികളുടെ ശക്തിയും സഹിഷ്ണുതയും നഷ്ടപ്പെടുന്നുണ്ട്. ഓക്സിജൻ ഉപയോഗം കുറയുന്നു. മുടികൊഴിച്ചൽ വർദ്ധിക്കുന്നുണ്ട്. ഏകോപന നഷ്ടം സംഭവിക്കുന്നു. ഡയറ്റിങ്ങിൽ മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട് പലതും. അതുപോലെ തന്നെ കലോറി പരിമിതപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഊർജം പരിമിതപ്പെടുന്നു. ഇത് മസ്തിഷ്ക ശക്തിയെ ബാധിക്കുന്നുണ്ട്. നിർജ്ജലീകരണം, ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ, ബോധക്ഷയം, ബലഹീനത, മന്ദഗതിയിലുള്ള ഹൃദയമിടിപ്പ് എന്നിവയ്ക്ക് വരെ വഴിയാക്കാം ഇത്. ഡയറ്റിങ്ങിലുള്ള ആളുകൾക്ക് പ്രതികരണ സമയം മന്ദഗതിയിലാണെന്നും മെഡിക്കൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഡയറ്റിങ്ങിൽ അല്ലാതെ ആളുകളേക്കാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് ഇവർക്ക് കുറവുമായിരിക്കും. ഈ പോഷകാഹാരം എന്തിനാണ്? അത് വലിയൊരു കാര്യമാണോ? നിലവിലെയും ഭാവിയിലെയും തലമുറകളെ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിന് നല്ല പോഷകാഹാരം അത്യാവശ്യം തന്നെയാണ്. ആരോഗ്യകരമായ ഭക്ഷണക്രമം കുട്ടികളെ ശരിയായി വളരാനും വികസിക്കാനും സഹായിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ചെയ്യും. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്ന മുതിർന്നവരിലോ പൊണ്ണത്തടി, ഹൃദ്രോഗം, ടൈപ്പ് 2 പ്രമേഹം, ചില അർബുദങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറവായിരിക്കും. ശരീരഭാരം കുറയ്ക്കുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന വിവരങ്ങൾക്കായി തിരയുമ്പോൾ ഒരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ, വിശ്വസ്ത ഭക്ഷണ പോഷകാഹാര വിദഗ്ധനെ സമീപിക്കുക. അക്കാദമി ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, മറ്റ് മെഡിക്കൽ പ്രൊഫഷണൽ ഓർഗനൈസേഷനുകൾ അല്ലെങ്കിൽ അസോസിയേഷനുകൾ, സർക്കാർ ആരോഗ്യ ഏജൻസികൾ എന്നിവ നൽകുന്ന വിവരങ്ങൾ പ്രധാനമായി ഉപയോഗിക്കണം. അതുപോലെ തന്നെയാണ് ശീതളപാനീയങ്ങൾ, അതും സുരക്ഷിതമായിരിക്കേണ്ട കാര്യം. അത് ഉറപ്പുവരുത്തേണ്ട കാര്യം തന്നെ അല്ലേ? പാതയോരങ്ങളിലുള്ള ശീതളപാനീയ വിൽപ്പനശാലകൾ ധാരാളം നമ്മൾ കാണാറുണ്ട്. വേനലിന്റെ കാഠിന്യമാണെങ്കിൽ കൂടി വരികയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ വണ്ടി ഇറങ്ങി എപ്പോൾ കുടിച്ചെന്ന് ചോദിച്ചാൽ മതിയല്ലേ? ശീതളപാനീയങ്ങൾ കുടിക്കുന്നതിന് മുൻപ് അവയിൽ ഉപയോഗിക്കുന്ന ജലവും ഐസും മാലിന്യമുക്തമാണെന്ന് ഉറപ്പുവരുത്തുന്നത് ആവശ്യമാണ്. ജ്യൂസ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പഴവർഗ്ഗങ്ങൾ ശുദ്ധജലത്തിൽ കഴുകാതെ ഉപയോഗിക്കുന്നതും പകർച്ചവ്യാധികൾക്ക് കാരണമായേക്കും. വേനൽ ശക്തമായതോടെ ശുദ്ധജല ലഭ്യത കുറയുന്നുണ്ട്. കുടിവെള്ള ഉറവിടങ്ങൾ മാലിന്യമാവുകയും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാൻ ഇടവരികയും ചെയ്യും. ഇത് ജലജന്യ രോഗങ്ങൾക്ക് കാരണമായേക്കും. മലിനജലത്തിലും അവ കൊണ്ട് നിർമ്മിക്കുന്ന ഐസിലും വിവിധ പകർച്ചവ്യാധികൾ കാരണമാകുന്ന ബാക്ടീരിയകൾ വലിയ തോതിൽ കാണാറുണ്ട്. ഇത് ശരീരത്തിലെത്തുന്നതോടെ കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങളും നമ്മെ ബാധിക്കുന്നു. മറ്റൊന്ന് കുടിവെള്ളത്തിലൂടെയാണ്. ജലജന്യ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കോളറ. വിബ്രിയോ കോളറ എന്ന വൈറസാണ് ഈ രോഗം പരത്തുന്നത്. കുടിവെള്ളത്തിലൂടെ ഇത് ശരീരത്തിലെത്തുകയും കടുത്ത ഛർദിയും അതിസാരവും ഉണ്ടാവുകയും ചെയ്യുന്നു. ശരീരത്തിലെ ജലവും ലവണങ്ങളും നഷ്ടപ്പെടുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇത് നിർജ്ജലീകരണത്തിന് കാരണമാവുകയും രോഗി ഗുരുതരാവസ്ഥയിൽ എത്തുകയും ചെയ്യും. അതിനാൽ ജലനഷ്ടം ഒഴിവാക്കാൻ രോഗിക്ക് വീട്ടിൽ ലഭിക്കുന്ന പാനീയങ്ങളായ ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം, കരിക്കിൻ വെള്ളം എന്നിവയോ ORS ലായനിയോ നൽകേണ്ടതാണ്. ഇനി കുട്ടികളുടെ കാര്യമാണെങ്കിൽ എത്രയും വേഗം ചികിത്സ തേടേണ്ടതും. അടുത്തത് വയറിളക്ക രോഗങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് അമിത ജലനഷ്ടത്തിന് കാരണമാകുന്നതാണിത്. വയറിളക്ക രോഗങ്ങൾ അഥവാ അക്യൂട്ട് ഡയേറിയൽ ഡിസീസ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ രണ്ടാമത്തെ കാരണം വയറിളക്ക രോഗങ്ങളാണ്. ഒരു ദിവസം 3 അതിൽ കൂടുതലോ തവണ മലം പോവുകയാണെങ്കിൽ അതിനെ വയറിളക്കമായി കണക്കാക്കാം. ജലനഷ്ടം പരിഹരിക്കാൻ ധാരാളം പാനീയങ്ങൾ നൽകുകയാണ് ഏറ്റവും പ്രധാനം. അടുത്തത് മഞ്ഞപ്പിത്ത രോഗങ്ങളാണ്. ഉഷ്ണകാലത്ത് കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു രോഗപ്രശ്നമാണിത്. പല രീതിയിലുള്ള മഞ്ഞപ്പിത്ത രോഗങ്ങൾ നമുക്ക് കാണാം. വെള്ളത്തിൽ കൂടി പകരുന്ന മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ. പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം, മനുഷ്യ വിസർജനത്താൽ മാലിന്യമായ കുടിവെള്ളം എന്നിവ രോഗം നേരിട്ട് പകരുന്നതിന് കാരണമാകാം. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്ന രോഗാണുക്കൾ ശരീരത്തിൽ കയറി 2 മുതൽ 6 ആഴ്ച കഴിഞ്ഞാലേ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും പ്രകടമാകൂ. ക്ഷീണം, പനി, ഛർദി, വിശപ്പില്ലായ്മ, കൺവെള്ളയിലും തൊലിപ്പുറത്തും മഞ്ഞ നിറം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത് ഗുരുതരമായാൽ കരളിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. നാഷണൽ ഹെൽത്ത് മിഷൻ, ആരോഗ്യ കേരള, സംസ്ഥാന ആരോഗ്യ വകുപ്പും നൽകുന്ന വിവരങ്ങളാണ് ഇത്.